നഹൽ, അഫീഖ്, നാഹാർ, പേലെക്, യവോറീം, യവാലീം എന്നീ എബ്രായ പദങ്ങളെയും ഖൈമറോസ് എന്ന ഗ്രീക്കു പദത്തെയുമാണ് മലയാളത്തിൽ ബൈബിളിൽ തോട് എന്ന് തർജ്ജമ ചെയ്തിട്ടുള്ളത്. ബ്രൂക്ക്, റിവർ, സ്ട്രീം എന്നിംഗ്ലീഷിൽ പറയും. ഹേമന്തകാലത്ത് മാത്രം വെള്ളമൊഴുകുന്ന തോടാണ് ഖൈമറോസ്. ഖൈമ ഹേമന്തം, റയോ ഒഴുകുക. അങ്ങനെയാണ് ഖൈമറോസ് എന്ന പദം ഉരുവായത്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം. പലസ്തീനിലെ തോടുകൾ അധികവും വേനൽക്കാലത്ത് വരണ്ടു കിടക്കും. മഴക്കാലത്ത് മാത്രമാണ് അവയിൽ വെള്ളമൊഴുകുന്നത്. എല്ലാ കാലത്തും ജലപ്രവാഹമുള്ള തോടാണ് കീശോൻ. 1 രാജാക്കന്മാർ 18:40. മഴ പെയ്യായിക കൊണ്ട് കെരീത്ത് തോട് വറ്റിപ്പോയി. 1 രാജാക്കന്മാർ 17:3-7 വരെ. അർണോൻ തോട്, ബെസോർ തോട്, കാനാ തോട്, കെരീത്ത് തോട്, സേരത്ത് തോട്, കീശോൻ തോട്, കിദ്രോൻ തോട് എന്നിവ പേരുകളാൽ നിർദ്ദേശിക്കപ്പെട്ട തോടുകളാണ്. യൊക്നെയാമിനെതിരെയുള്ള തോട് യോശുവ 19:11. യെരുവേൽ മരുഭൂമിക്ക് എതിരെയുള്ള തോട് 2 ദിനവൃത്താന്തം 20:16. അരാബയിലെ തോട് ആമോസ് 6-ാം അധ്യായം 14-ാം വാക്യം എന്നിവയും ബൈബിളിൽ പ്രസ്താവിച്ചിട്ടുള്ള തോടുകളാണ്. തോടുകളിലെ തടങ്ങളിൽ സസ്യങ്ങൾ വളരാറുണ്ട്. അലരിയെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അലരിത്തോട്. ഉദാഹരണം യെശയ്യാപ്രവചനം 15:7. ഇയ്യോബിൽ തോട്ടിങ്കലെ അലരിയെക്കുറിച്ച് ഒരു പരാമർശമുണ്ട്. ഇയ്യോബ് 40:22. വറ്റിപ്പോകുന്ന തോട് ചതിയന്മാരായ സഹോദരന്മാർക്ക് ഉപമാനമാണ്. ഇയ്യോബ് 6:15. ജ്ഞാനത്തിൻ്റെ ഉറവ് ഒഴുക്കുള്ള തോടാണ്. സദൃശവാക്യം 18:4. നീതി വറ്റാത്ത തോടുപോലെ കവിഞ്ഞൊഴുകണം. ആമോസ് 5:24. യഹോവ ഈജിപ്തിലെ നദികളെയും തോടുകളെയും രക്തമാക്കി. സങ്കീർത്തനം 78:44. മശിഹയുടെ വാഴ്ചയിൽ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജനപ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. യെശയ്യാവ് 35:6. അന്ന് യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും. യോവേൽ പ്രവചനം 3:18. ജാതികളുടെ മഹത്വം കവിഞ്ഞൊഴുകുന്ന തോടുപോലെ വരും. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 12-ാം വാക്യം. നീർത്തോടുകൾ എന്ന സൂചന സങ്കീർത്തനം 42:1-ലും ഉത്തമഗീതം 5:12-ലും വിലാപങ്ങൾ 3:48-ലുമുണ്ട്.